പത്തനംതിട്ട കോന്നി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിലെ വനപാലകരുടെ അരുമയാണ് ഒരു കൃഷ്ണപ്പരുന്ത്. ചിറകാരോ മുറിച്ചു കളഞ്ഞ് റോഡരികിൽ ചോറി ഒലിപ്പിച്ച് കിടന്ന കൃഷ്ണപ്പരുന്തിനെ വനപാലകർ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിൽ എത്തിക്കുകയായിരുന്നു. പറക്കാൻ സഹായിക്കുന്ന ഭാഗത്തെ ചിറകുകൾ നഷ്ടപ്പെട്ടതിനാൽ പ്രത്യേക കരുതലാണ് വനപാലകർ കൃഷ്ണപ്പരുന്തിന് നൽകുന്നത്. ചിറകില്ലാതായാൽ എന്ത് പരുന്തല്ലേ. ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസ് കോമ്പൗണ്ടിലെ ഈ മരച്ചില്ലയിലാണ് കൃഷ്ണപ്പരുന്ത് ഏറെ സമയവും ഇരിക്കുക. പറന്ന് മരത്തിൽ ചെന്നിരിക്കാൻ കഴിയാത്തതിനാൽ വനപാലകർ വടിയിൽ കയറ്റിയാണ് കൃഷ്ണപ്പരുന്തിനെ മരച്ചില്ലയിൽ എത്തിക്കുക. നിലത്തിറങ്ങിയാൽ അല്പനേരം വെയിൽ കായും. ഇത് നമുക്കൊരു 4 വർഷം മുമ്പ് 2021 കൊല്ലത്ത് തേവലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് കിട്ടിയത്. അപ്പോൾ അത് നമുക്കൊരു കോള് വന്നു, ഇത് നമുക്കൊരു പരുന്ത് പരിക്കേറ്റ് കിടക്കുന്ന പറഞ്ഞ് നമ്മൾ ചെല്ലുന്നു. ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന് ചിറക് വരാൻ സാധ്യതയില്ല, പിന്നെ പറക്കാൻ സാധ്യതയില്ല. എന്നാലും നമ്മൾ ഇവിടെ വെച്ച് തന്നെ പരിഹരിച്ച് ഇത്ര വരെ എത്തിച്ചു. എന്തെങ്കിലും ഒരിക്കൽ പറക്കുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. മത്സ്യവും മാംസവുമാണ് പ്രധാന ഭക്ഷണം ആവശ്യത്തിന് മാത്രമേ കഴിക്കൂ. 10 മീൻ മുന്നിലിട്ടാലും 2 എണ്ണം മാത്രം കഴിക്കും. ഇത് നമ്മൾ രാവിലെ മീനും എല്ലാം ഇറച്ചിയെല്ലാം കൊടുക്കും, കൂട്ടിലിട്ട് വളർത്തും. രാവിലെ ഇറക്കി അതുപോലെ നമ്മൾ കൊണ്ടുപോക്കും. മീൻ നമ്മൾ കൊടുക്കുന്ന എല്ലാം കഴിക്കുന്നുണ്ട്. ചിറക് വളരാൻ വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ഫലവത്തായില്ല. നമ്മൾ കൊമ്പ് വയ്ക്കുമ്പോഴത്തേക്കും ഉള്ളിട്ട് കയറി വരും. ചില സമയത്ത് കയറത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നിൽക്കും. പിന്നെ കയറി നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ ആ ജാമ്പയുടെ മേളിലാണ് വെക്കുന്നത്. വൈകുന്നേരം വരെ അവിടെ തന്നെ ഇരിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് കൂട്ടിലോട്ടാക്കി എന്തെങ്കിലും ചെയ്യുന്നു. 4 വയസ്സുള്ളപ്പോഴാണ് കൃഷ്ണപ്പരുന്തിനെ ഇവിടെ എത്തിച്ചത്. ഇപ്പോൾ 7 വയസ്സായി. ചിറകുമുളച്ച് കൃഷ്ണപ്പരുന്ത് സ്വതന്ത്രമായി പറന്നു പോകട്ടെ എന്നാണ് വനപാലകർ ആഗ്രഹിക്കുന്നത്. ഇനി ചിറകുമുളയ്ക്കാനുള്ള സാധ്യത തീരെ കുറവാണെന്നാണ് വെറ്റിനറി ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. പറക്കാൻ കഴിവില്ലാത്ത ഈ കൃഷ്ണപ്പരുന്തിനെ വളരെ കരുതലോടുകൂടിയാണ് കോന്നി ഫോറസ്റ്റ് ഡിവിഷനിലെ വനപാലകർ സംരക്ഷിക്കുന്നത്. എത്ര കാലം വേണമെങ്കിലും ഇവിടെ ഈ കൃഷ്ണപ്പരുന്ത് കഴിഞ്ഞോട്ടെ എന്നാണ് അവർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട. എന്താല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരായിരിക്കും അതിനോട് ഇത്രയും ക്രൂരത ചെയ്തിട്ടുണ്ടാവുക? ഒരു പരുന്തിന് പറക്കാൻ ചിറകിന് കരുത്തില്ലെങ്കിൽ പിന്നെ ആ പരുന്ത് എത്രമാത്രം ദുഃഖിതനായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. അതിനിപ്പോൾ നമ്മളെയൊക്കെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന സാഹചര്യമാണ്. പലപ്പോഴും അങ്ങനെയാണ്. ചിറകുകളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പറക്കില്ലല്ലോ എന്നാണ് ചിലരുടെയൊക്കെ വിശ്വാസം. പക്ഷേ ആ ചിറകുകളേക്കാൾ സ്നേഹം, ആകാശത്തിൻ്റെ സ്നേഹത്തിലേക്ക് പറക്കാൻ, ആകാശം പോലുള്ള സ്നേഹത്തിലേക്ക് ചിറകടിച്ചു പറക്കാൻ കരുത്താകുന്ന വനപാലകരാണ്.